കേരളം കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുകയാണ്. വോട്ടെടുപ്പ് പൂർത്തിയായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രമുഖ ദേശീയ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. മിക്ക സർവേകളും വിരൽ ചൂണ്ടുന്നത് UDFന്റെ ശക്തമായ തിരിച്ചുവരവിലേക്കാണ്. 10 വർഷത്തെ LDF ഭരണത്തിന് അന്ത്യമുണ്ടാകുമോ? എന്താണ് ഈ എക്സിറ്റ് പോളുകൾ? ഇവ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ ഇത് എത്രത്തോളം കൃത്യമായിരുന്നു? ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. എക്സിറ്റ് പോളുകൾ നോക്കിയാൽ ആക്സിസ് മൈ ഇന്ത്യ UDFന് 78 മുതൽ 90 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. മെട്രൈസ് സർവേ പ്രകാരം 70 മുതൽ 75 സീറ്റുകളുമായി UDF അധികാരത്തിൽ വരുമെന്നാണ് സൂചന. മിക്കവാറും എല്ലാ ഏജൻസികളും UDFന് മുൻതൂക്കം നൽകുമ്പോൾ ചില പ്രാദേശിക സർവേകളിൽ മാത്രമാണ് LDFന് നേരിയ സാധ്യത കൽപ്പിക്കുന്നുള്ളൂ. ഭരണവിരുദ്ധ വികാരമാണോ അതോ മറ്റു ഘടകങ്ങളാണോ ഇതിന് പിന്നിലെന്ന് മെയ് 4 യഥാർത്ഥ ഫലം വന്നാലേ അറിയാൻ സാധിക്കൂ. ആരാണ് ഈ പ്രവചനങ്ങൾ നടത്തുന്നത്? കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഏറ്റവും കൂടുതൽ കൃത്യത അവകാശപ്പെടുന്ന ഏജൻസിയാണ് ആക്സിസ് മൈ ഇന്ത്യ. ദശാബ്ദങ്ങളായി ഈ രംഗത്തുള്ളവരാണ് സീ വോട്ടർ. അപ്രതീക്ഷിത ഫലങ്ങൾ കൃത്യമായി പ്രവചിച്ച് ശ്രദ്ധ നേടിയവരാണ് ടുഡേയ്സ് ചാണക്യ. അടുത്ത കാലത്തായി കൂടുതൽ സജീവമായ ഏജൻസികളാണ് മട്രൈസ് ആൻഡ് ജൻ കി ബാത്. പലർക്കും സംശയമുണ്ട്, അവര് നമ്മളോടൊന്നും ചോദിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് കണക്കാക്കുന്നതെന്ന്. ഇതിനെ എക്സിറ്റ് പോൾ എന്ന് വിളിക്കാൻ കാരണമുണ്ട്. വോട്ട് ചെയ്ത് പുറത്തിറങ്ങുന്ന വോട്ടർമാരോടാണ് ഇവർ സംസാരിക്കുന്നത്. ഒരു മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരോടും ഇവർ ചോദിക്കില്ല. പകരം ഓരോ വിഭാഗത്തിൽപ്പെട്ട നിശ്ചിത എണ്ണം ആളുകളെ തിരഞ്ഞെടുക്കും. ഇതിനെയാണ് സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന ചോദ്യത്തിന് പുറമെ എന്തുകൊണ്ട് വോട്ട് ചെയ്തു, സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തരാണോ തുടങ്ങിയ ചോദ്യങ്ങളും അവർ ചോദിക്കും. ഈ വിവരങ്ങൾ ഓരോ ഡാറ്റ മോഡലുകളിലൂടെ കടത്തിവിട്ടിട്ടാണ് എത്ര ശതമാനം വോട്ട് ഓരോ പാർട്ടിക്കും ലഭിക്കുമെന്ന് അവരെ അനലൈസ് ചെയ്യുന്നത്. ഇനി ഇവരുടെ ട്രാക്ക് റെക്കോർഡ് ഒന്ന് നോക്കാം. 2016 മിക്ക ഏജൻസികളും LDF വരുമെന്ന് പ്രവചിച്ചു. അത് ശരിയായി. LDF 91 സീറ്റുകളോടെ അധികാരത്തിലെത്തി. 2021 കേരളത്തിന്റെ ചരിത്രം തിരുത്തിക്കൊണ്ട് LDF തുടർഭരണം നേടുമെന്ന് പല സർവേകളും പ്രവചിച്ചിരുന്നു. LDF 99 സീറ്റുകളും നേടിയപ്പോൾ പ്രവചനങ്ങൾ ഏറെക്കുറെ ശരിയായി. എങ്കിലും പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ പ്രവചനങ്ങൾ പാടെ തെറ്റിപ്പോയിട്ടുള്ള ചരിത്രവുമുണ്ട്. ചുരുക്കത്തിൽ എക്സിറ്റ് പോളുകൾ ഒരു ദിശാസൂചന മാത്രമാണ്, അന്തിമ ഫലമല്ല. വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് കൃത്യമായി മനസ്സിലാക്കാൻ ശാസ്ത്രീയമായ രീതികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നിശബ്ദ തരംഗങ്ങൾ സർവേകളിൽ പെടാറില്ല. UDF തിരിച്ചു വരുമോ അതോ LDF ഹാട്രിക് അടിക്കുമോ എന്നറിയാൻ നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.